ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നല്ലൊരു സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാട്ടോ. വൈകുന്നേരങ്ങളിലൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ അടിപൊളിയായിട്ട് മക്കൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു സ്നാക്കിൻ്റെ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഇത് ചിക്കനല്ല, കോളിഫ്ലവർ വെച്ചിട്ടാണ് ഞാനിത് ഉണ്ടാക്കിയേക്കുന്നത്. അപ്പോൾ കോളിഫ്ലവറിനൊന്നും ഇപ്പോൾ വലിയ റേറ്റും കാര്യങ്ങളൊന്നും ഇല്ല, 20 രൂപയൊക്കെ ഉള്ളൂ കേട്ടോ റേറ്റ്. അപ്പോൾ കോളിഫ്ലവർ കിട്ടുമ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. നമ്മളെ തട്ടുകടയിലൊക്കെ കിട്ടണ അതേ സ്റ്റൈലിലാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ കോളിഫ്ലവറൊക്കെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അതിലേക്ക് ഇതൊന്നിട്ട് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി ഇടുന്നത് എന്തിനാ വെച്ചാൽ കോളിഫ്ലവർ പെട്ടെന്ന് കേടി വരും, അതായത് പുഴുക്കളൊക്കെ വരും. അപ്പോൾ അതൊക്കെ ഉണ്ടെങ്കിൽ പോകാനും. ഞാൻ കട്ട് ചെയ്തപ്പോൾ ഒന്നും ഇല്ല, ശ്രദ്ധിച്ച് നമ്മൾ കട്ട് ചെയ്യുക. അപ്പോൾ ഒരു കുറഞ്ഞ മഞ്ഞളിലിട്ട് തിളപ്പിച്ചെടുത്താൽ നല്ല ഫ്രഷ് ആയി കിട്ടും. പിന്നെ ഇതിനുള്ള മാവ് റെഡിയാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ ഞാനവിടെ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ്, അതുപോലെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇട്ട് കൊടുത്തത് ഗരം മസാലയാണ്. 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ആഡ് ചെയ്തിട്ട് കറിവേപ്പില ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുത്തതാണ് കേട്ടോ. എന്നിട്ട് അതിലേക്കൊരു 1.5 ടീസ്പൂൺ മൈദപ്പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഏകദേശം ഒരു 1.5 ടീസ്പൂൺ കടലമാവിൻ്റെ പൊടിയും 1 ടീസ്പൂൺ അരിപ്പൊടിയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതായത് ഒരുപാട് വേണ്ട, എല്ലാം കുറേശ്ശെ മതി, എന്നാലും ഉള്ളൂ നമുക്ക് ആ ഒരു തട്ടുകട സ്റ്റൈലിലൊക്കെ ഇത് കിട്ടുക കേട്ടോ. എന്നിട്ട് ഒരു അല്പം വെള്ളം ഒഴിച്ചിട്ട് ഈ മാവൊന്ന് നല്ലോണം മിക്സാക്കി എടുത്താൽ മതി. ഇത് കണ്ടോ, ഇതുപോലെ ഒരുപാട് വെള്ളം ഒഴിക്കരുത്. എന്നിട്ട് അതിലേക്ക് കോളിഫ്ലവർ കട്ടാക്കിയതും കൂടി ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് കൈ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് കളറ് വേണ്ടവർക്ക് അത് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതുപോലെ കാശ്മീരി ചില്ലി പൗഡർ ഉണ്ടെങ്കിൽ കളറിന് വേണ്ടി നമുക്ക് ആഡ് ചെയ്താൽ നല്ലൊരു റെഡ് കളറാവും. അപ്പോൾ ഞാൻ അത് ചേർത്തിട്ടില്ല, ഞാനിപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുന്നത്. അത് നല്ലൊരു രസം ഉണ്ടാവും കേട്ടോ, കാണാൻ നല്ലൊരു കളറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എന്നിട്ട് ഇതുപോലെ എണ്ണയിലിട്ടിട്ട് വറുത്തെടുക്കുക. അപ്പോൾ ഇത്രേ ഉള്ളൂ തട്ടുകട സ്റ്റൈലിൽ. നമ്മൾ ഫ്ലവറൊക്കെ കിട്ടുമ്പോൾ മക്കൾക്ക് ഉണ്ടാക്കി കൊടുത്താൽ നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ അവർക്കൊക്കെ ഇഷ്ടമാവും കേട്ടോ. കുറച്ച് എണ്ണ മതി. ഏകദേശം നല്ലൊരു സൗണ്ട് വരുമ്പോൾ നമുക്കിത് എന്ത് ചെയ്യാം, ഇതിങ്ങനെ കൊട്ടുമ്പോൾ നല്ലൊരു സൗണ്ട് വരും. അപ്പം നമുക്കത് ഓഫാക്കാം. അതിന് ശേഷം വീണ്ടും പൊരിച്ചെടുക്കുക. അപ്പോൾ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടും, മക്കൾക്കൊക്കെ ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഒക്കെ ലൈക്ക് തരാനും ആരും മറക്കരുത്. അടുത്ത നല്ല ഇതുപോലുള്ള സ്നാക്സിൻ്റെ വീഡിയോസൊക്കെ ആയിട്ട് വരുന്നുണ്ട്. അതുവരെ എല്ലാവർക്കും ടേക്ക് കെയർ ആൻഡ് ബൈ.